ഹലോ സുഹൃത്തുക്കളെ, ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആകാശമുട്ടുന്ന കെട്ടിടങ്ങളും ആഡംബര ജീവിതവും ഒക്കെയാണല്ലേ. എന്നാൽ ഈ കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകുന്ന അതിമനോഹരമായ ഒരു പച്ച തുരുത്തുണ്ട്. അതാണ് സബീൽ പാർക്ക്. ദുബായിലെ ഏറ്റവും വലിയതും ജനപ്രിയവുമായ പാർക്കുകളിൽ ഒന്നാണിത്. പ്രകൃതി ഭംഗി മാത്രമല്ല, അത്യാധുനിക വിനോദങ്ങളും ശാസ്ത്ര കൗതുകങ്ങളുമെല്ലാം ഒത്തുചേരുന്ന ഒരിടം. ഇന്ന് നമ്മൾ പോകുന്നത് സബീൽ പാർക്കിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ എന്തൊക്കെയുണ്ട്, അവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ എന്തെല്ലാമാണ്, നമുക്ക് വിശദമായി തന്നെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ദുബായിയുടെ ഹൃദയഭാഗത്തായി, കൃത്യമായി പറഞ്ഞാൽ അൽ ഖഫാഫിനും സബീലിനുമിടയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദുബായ് മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് മാക്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ വളരെ എളുപ്പത്തിൽ ഇവിടെ എത്താം. ഏകദേശം 47 ഹെക്ടറിലധികം വിസ്തൃതിയിലാണ് ഈ പാർക്ക് പരന്നുകിടക്കുന്നത്. അതായത് സാധാരണ പാർക്കുകൾ പോലെയല്ല, നടന്നു തീർക്കാൻ നല്ല സമയമെടുക്കും. ഒരാൾക്ക് വെറും 5 ദിർഹം മാത്രമാണ് എൻട്രി ഫീ. അത് നിങ്ങളുടെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം തികച്ചും സൗജന്യമാണ്. സബീൽ പാർക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലുടക്കുന്ന, അല്ലെങ്കിൽ ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്ന് പറയുന്നത് ദുബായ് ഫ്രെയിമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിം സ്ട്രക്ചറാണിത്. സബീൽ പാർക്കിൻ്റെ ഏരിയ എയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സബീൽ പാർക്ക് ഫാമിലിയായി വരാൻ പറ്റിയ ഏറ്റവും മികച്ച സ്പോട്ടാണ്. കുട്ടികൾക്ക് കളിക്കാൻ വിപുലമായ പ്ലേ ഏരിയകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ലൈഡുകളും ഊഞ്ഞാലുകളും മുതൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കളിയുപകരണങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വിശാലമായ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം വന്നിരുന്ന് സംസാരിക്കാനും കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഇതിലും നല്ലൊരു സ്ഥലം ദുബായിൽ വേറെ കുറവാണ്. പ്രകൃതിയോട് ഇണങ്ങി നിന്ന് ഒരു ഫാമിലി പിക്നിക് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിടം. ഇവിടെ ഒരു മനോഹരമായ തടാകവുമുണ്ട്. വൈകുന്നേരങ്ങളിൽ തടാകത്തിലൂടെ പെഡൽ ബോട്ടുകളിലോ റോ ബോട്ടിംഗ് നടത്തിയോ സമയം ചെലവഴിക്കുന്നത് വളരെ റിലാക്സിംഗ് ആണ്. ഇനി ഫിറ്റ്നസ് പ്രേമികൾക്ക് സബീൽ പാർക്ക് എന്താണ് തരുന്നതെന്ന് നോക്കാം. പാർക്കിന് ചുറ്റുമായി നീളമുള്ള ഒരു പ്രൊഫഷണൽ ജോഗിംഗ് ട്രാക്കുണ്ട്. ദിവസവും രാവിലെയും വൈകുന്നേരവും 100 കണക്കിന് ആളുകളാണ് ഇവിടെ ഓടാനും നടക്കാനും എത്തുന്നത്. ഇതുകൂടാതെ ക്രിക്കറ്റ് കളിക്കാനുള്ള പിച്ച്, സ്കേറ്റിംഗ് ഏരിയ എന്നിവയും ഇവിടെയുണ്ട്. സബീൽ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു സ്മാർട്ട് പാർക്കാണ് എന്നതാണ്. ദുബായിലെ ആദ്യത്തെ ടെക്നോളജി തീം പാർക്കുകളിലൊന്നാണിത്. പാർക്കിൽ പലയിടത്തും സ്മാർട്ട് പാം മരങ്ങൾ കാണാം. ഇവയിലൂടെ സന്ദർശകർക്ക് സൗജന്യ വൈഫൈയും ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ലഭിക്കുന്നു. കൂടാതെ സോളാർ ഊർജ്ജത്തിലാണ് പാർക്കിലെ പല സിസ്റ്റങ്ങളും പ്രവർത്തിക്കുന്നത്. ദുബായിലെ ശീതകാലത്ത് സബീൽ പാർക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ലൈവ് ബാർബിക്യൂ ചെയ്യാനാണ്. പാർക്കിൽ പലയിടങ്ങളിലായി ബാർബിക്യൂ ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങളും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളും കുടുംബവുമായി ഒത്തുചേർന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആനന്ദമാണ്. ഇനി നിങ്ങൾ ഭക്ഷണം കൂടെ കരുതിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. പാർക്കിനകത്ത് ചെറിയ കിയോസ്കുകളും കഫേകളും ലഭ്യമാണ്. ചായ, ലഘുഭക്ഷണങ്ങൾ, ഐസ്ക്രീം എന്നിവയെല്ലാം ഇവിടെ നിന്നും വാങ്ങാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാരാന്ത്യങ്ങളിൽ, അതായത് ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ബാർബിക്യൂ ചെയ്യാനാണ് പ്ലാനെങ്കിൽ കുറച്ച് നേരത്തെ എത്തുന്നതാണ് നല്ലത്. ചുരുക്കത്തിൽ, വെറുമൊരു പാർക്ക് എന്നതിലുപരി ദുബായിയുടെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്നും മനസ്സിനൽപ്പം സമാധാനവും സന്തോഷവും തരുന്നൊരിടമാണ് സബീൽ പാർക്ക്. കുറഞ്ഞ ചിലവിൽ ദുബായിൽ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്നാണിത്. നിങ്ങൾ ദുബായ് സന്ദർശിക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോ ആണെങ്കിൽ ഒരു വൈകുന്നേരം സബീൽ പാർക്കിനായി മാറ്റിവെക്കൂ. തീർച്ചയായും അതൊരു നല്ല അനുഭവമായിരിക്കും. അപ്പോൾ സബീൽ പാർക്കിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു മനോഹരമായ ലൊക്കേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.